ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേയ്സ് ഓഫ് ശിവ. ഇന്ന് നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഉറപ്പായ ചോദ്യങ്ങളും എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചോദ്യങ്ങൾ പഠിച്ച് എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി. ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് കേരളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം, ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠം നേടിയ കൃതി. ഉത്തരം ഓടക്കുഴൽ. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം P.N. പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയതാര്? ഉത്തരം P.N. പണിക്കർ. മലയാളത്തിലെ ആദ്യ നോവൽ. ഉത്തരം കുന്തലത. അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. ഉത്തരം ഇന്ദുലേഖ. ഇത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ്. ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ഒ ചന്തുമേനോൻ. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ഏത് രംഗത്താണ്? ഉത്തരം സാഹിത്യം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ഏത് രംഗത്താണ്? ഉത്തരം സാഹിത്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? ഉത്തരം അക്കിത്തം. മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം കമല സുരയ്യ. ഒരു സങ്കീർത്തനം പോലെ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. ഹിഗ്വിറ്റ എന്ന ചെറുകഥയുടെ രചയിതാവ്? ഉത്തരം N.S. മാധവൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം P.C. കുട്ടിക്കൃഷ്ണൻ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ലളിതാംബിക അന്തർജനം. കയർ എന്ന നോവൽ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചോദ്യം, കളിവീട് എന്ന ചെറുകഥയുടെ രചയിതാവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.